ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇന്നൊരു ഫാമിലി ബ്ലോഗാണേ. ഞങ്ങളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. കൂട്ടത്തിൽ അവൻ്റെ ഒരു ചെയിനും കൂടെ ഒന്ന് റിപ്പയർ ചെയ്യണം. അതൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം മലബാർ ഗോൾഡിൽ പോയിട്ടൊന്ന് റിപ്പയർ ചെയ്യണം. ഇവനുണ്ടല്ലോ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവനിങ്ങനെ ചുറ്റും നോക്കിയിരിക്കും, ഈ ലൈറ്റും വെളിച്ചമൊക്കെ കാണുന്നതൊക്കെ. റിപ്പയർ ചെയ്യാനുള്ള ചെയിൻ എടുക്കാതെ അവരിങ്ങനെ മന്ദം നടന്നു വരുവാണ്. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെയിൻ എടുത്തിട്ടില്ല എന്ന്. അങ്ങനെ അവൾ തിരിച്ചു പോവുകയാണ്. പോയിട്ട് എല്ലാ ബേക്കും ഇങ്ങനെയാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തിരിച്ച് കയറും. അത് എപ്പോഴും ഉള്ളതാണ്. ഇവൻ ഇങ്ങനെ കേട്ടോ, വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കും. അവനെ വിളിച്ചാൽ പോലും അവൻ നോക്കില്ല. നോക്കുന്നുണ്ട് കേട്ടോ, അവൻ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവളിങ്ങനെ ആ ചെയിൻ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് വരിക, റോഡൊക്കെ ക്രോസ് ചെയ്ത്. ഞങ്ങൾ ബഹ്റിനിൽ ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് ശരിക്കും ജുഫേറാണ്, ഓൾഡ് ജുഫേറാണ്. ലാസ്റ്റ് ടൈം ഇവിടെ യുദ്ധമൊക്കെ വന്ന സമയത്ത് മിസൈലൊക്കെ വീണ ഈ അമേരിക്കയുടെ 5th ഫീറ്റ് എന്നൊക്കെ പറഞ്ഞൊരു കപ്പൽപ്പടയൊക്കെ ഇല്ലേ, അതെല്ലാം ഏകദേശം നിയർ ബൈ ജുഫേറാണ്. പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ബഹറിലൊക്കെ നല്ല രസമാണ് പുറത്തോട്ടിറങ്ങിയാൽ. ചെറിയൊരു വെയിലും. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇപ്പം പകൽ കൂടുതലാണ്. പകൽ കൂടുതലെന്ന് പറയാൻ ഇപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 6:45 7 മണി ആയി. പക്ഷേങ്കിൽ ആ സമയത്തൊക്കെ ഇവിടെ പകൽ ഇപ്പോഴും കണ്ടില്ലേ, പകൽ ഫുള്ളാണ് ഇവിടെ. കാരണം ഈ ചൂട് സമയത്ത് നൈറ്റ് കുറവും ഡേ ടൈം കൂടുതലുമാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. അപ്പം അത്രയും ചൂടും ഉണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോഴേ ഡയറക്റ്റ് ഒരു 2 മണിയൊക്കെ ആകുമ്പം നമ്മൾ എങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നു അതേ ഫീലാണ് നമുക്ക് രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാനൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നത് രാവിലെ 5:45 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആ ടൈമിലൊക്കെ പുറത്ത് നല്ല അടിപൊളി ചൂടാണേ. അതുപോലെ നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്നറിയോ ഗൈസ്? ഉമ്മല്ലാസത്ത് ഡാഡി കൂളെന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഒരു ചായ കിട്ടുന്ന കടയാണ്, ജസ്റ്റ് സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണേ. അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ചായ കുടിക്കാറുണ്ട്. പുറത്തിറങ്ങി ഇരിക്കാൻ നല്ലൊരു വൈബാണ് ഗൈസ്. കാരണം ഒരു എന്താണ് പറയേണ്ടത്, ഒരു നമ്മുടെ നാട്ടിലത്തേക്ക് ഒരു സെറ്റപ്പ്, ഒരു മരവും ലൈറ്റും കുറച്ച് ചെയറും. ഒരുപാട് മലയാളീസ് അവിടെ വരുന്നുണ്ട് ചായ കുടിക്കാനായിട്ട്. ഒരുപാട് കടികളും ഉണ്ട് അവിടെ. കടികളും അവിടുത്തെ ചട്നി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കിടിലൻ ചട്നിയാണ്, നല്ല എരിവൊക്കെ ഉള്ള അടിപൊളി ചട്നി. ഞങ്ങളാണെങ്കിൽ ചായയും പറഞ്ഞു. പിന്നാണെങ്കിൽ 2 ചിക്കൻ റോളും ഒരു പഴംപൊരിയാണ് പറഞ്ഞത്. പഴംപൊരി അമ്മ എടുത്ത് കേട്ടോ. ഞാനും അവളും ചിക്കൻ റോളാണ് കഴിച്ചത്. പിന്നെ അവനും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി ഞങ്ങളിങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കുന്നതിനകത്തുനിന്ന്. അപ്പോൾ എരിവൊക്കെ ഉള്ള സാധനങ്ങൾ കൂടുതൽ ഞങ്ങൾ കൊടുക്കാറില്ല. അവന് 10 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ല വൈബാണ് ഗൈസ്. രാത്രിയിലൊക്കെ പോയിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോൾ പോയിട്ട് ഒരു ചായയും കുടിച്ച് ഇങ്ങനെ ലൈറ്റും സെറ്റപ്പൊക്കെ കണ്ടുണ്ടല്ലോ, ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു സൊറ പറഞ്ഞിരിക്കുക എന്ന് പറയത്തില്ല നമ്മൾ നാട്ടിൽ, കോഴിക്കോട് ഭാഷയെ പറയുവാണെങ്കിൽ പറയും സൊറ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ പറയുക, കൊതിയും ചുണയും പറഞ്ഞെന്ന് പറയും. ഏകദേശം ഒരു പത്തനംതിട്ട കോട്ടയം സൈഡൊക്കെ. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ല ഇവനെ ഈ ചെരുപ്പിടിക്കുന്നത് ഭയങ്കര മടിയാണ് ഗൈസ്. ഇവന് ചെരുപ്പിടാൻ വേണ്ടി ഇവനുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം ഇവൻ ചെരുപ്പിടണമെങ്കിൽ. കണ്ടോ, ഇവനിങ്ങനെ കാലൊക്കെ ഇട്ട് അടിച്ച് ഒരു തരത്തിൽ അവൻ്റെ ചെരുപ്പ് പിടിച്ചിട്ടാണല്ലോ അവൻ എങ്ങനെയും അത് വലിച്ചു പറിച്ച് കളയും. പിന്നെ ഇവനെ നമ്മളിങ്ങനെ നിലത്തൊക്കെ നിർത്തുന്നുണ്ടല്ലോ, നമ്മളിപ്പം മോസ്റ്റ്ലി ഇപ്പം ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട്, പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തുന്നുണ്ട്. 10 മാസമായുള്ളായിരുന്നു, ഇതുവരെ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളിത് ഉപയോഗിക്കും. ഭയങ്കര പാടാണ് ഗൈസ് ഇവനെ കൊണ്ട് ആ ചെരുപ്പൊക്കെ ഇടിച്ചൊന്ന് പുറത്തോട്ട് പോകാൻ. അവൻ തന്നെ അത് വലിച്ചു പറിച്ച് കളയും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പോകുന്നുണ്ടല്ലോ മലബാർ ഗോൾഡിലോട്ടാണേ. കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവൻ ഇവിടുന്ന് ഒരു ചെയിൻ എടുത്തായിരുന്നേ. ആ ചെയിന് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞങ്ങളന്ന് അവിടുന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവനത് ഇടണമെങ്കിൽ ആ പീസ് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഒന്ന് മലബാർ ഗോൾഡിൽ പോയിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ പോവുകയാണേ. കഴിഞ്ഞ ആഴ്ച ഒന്ന് പോയായിരുന്നു. അപ്പോൾ അവിടെ ആ ജോയിൻറ്റ് ചെയ്യുന്ന ആളില്ല എന്നും പറഞ്ഞ് നെക്സ്റ്റ് വീക്ക് വാന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പം ഞങ്ങൾ ഇന്നൊന്ന് സമയം കിട്ടിയ സമയത്ത് പോയിട്ട് അതുകൂടെ ജോയിൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം അവൻ ആ ചെയിൻ ഇല്ലാതാണ് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുന്നതും വരുന്നതൊക്കെ. ഈ റൂട്ട് രാത്രി പോകുന്നത് നല്ല രസമാണ് ഗൈസ്. ശരിക്കും ഇങ്ങനെ 2 സൈഡും മരവും. ഇത് അതില്യ ഏരിയ ആണേ. അതില്യ ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് മരങ്ങളും കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. കുറച്ച് മരങ്ങളൊക്കെ നിന്ന് കുറച്ച് അവർ കുറേ കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് മനാമയിലോട്ടാണ്, ഗോൾഡ് സിറ്റി.
ഗോൾഡ് സൂക്കെന്നും അങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ബാബൽ ബഹറിനൊക്കെ അടുത്തുള്ള ഗോൾഡ് സിറ്റി. ഞങ്ങൾ ആദ്യം ഇവിടെയാണ് കേട്ടോ താമസിച്ചത്. ഈ ഗോൾഡ് സിറ്റിക്ക് അടുത്തായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചത്. ഏകദേശം ഷിഫ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നതിൻ്റെ അടുത്തായിട്ടാണേ. അങ്ങനെ ഞങ്ങൾ മലബാർ ഗോൾഡ് ഡയമണ്ട്സിലെത്തി ഗൈസ്. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം കുറേ കസ്റ്റമേഴ്സ് ഉള്ളിലുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ഗൈസ്. സ്വർണ്ണത്തിന് വില കുറഞ്ഞുകൊണ്ടായിരിക്കും സ്വർണ്ണ കടയിലൊക്കെ ഇടിയോടിടിയായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. കാരണം വേറൊന്നുമില്ല ഗൈസ്, അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു പ്രൈവസിയിലോട്ട് നമ്മൾ ജസ്റ്റ് ഫോൺ കൊണ്ട് ചെല്ലണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, ഞങ്ങളുടെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.